അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നുന്നത്. അതാണ് സംഭവിച്ചത്. അതുപോലെ സുചേന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോ ഒരു ദിവസം ഞാൻ വന്നപ്പോഴത്തേന് കുഞ്ഞ് ഋതപ്പൻ പിരികം വരച്ച് കണ്ണെഴുതി പൊട്ടുവിട്ട് വെച്ചേക്കുന്ന സുചേട്ടൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം രേണു സുധിയാണ് കേട്ടോ. എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ കിച്ചുവിൻ്റെ ഒരു വ്ളോഗ്. ഋതപ്പനുമായ ഒരു ദിവസം എന്ന രീതിയിൽ നമ്മുടെ കിച്ചു ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഒക്കെ കിച്ചു ഋതപ്പനിലൂടെ പുറത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിപ്പോൾ 2 വർഷമുള്ള ആളുകളുണ്ട്. കിച്ചു ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. രേണു സുധി എങ്ങനെയാണ് ആ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അച്ഛനോട് എന്താണ് രേണുവിൻ്റെ സ്നേഹം എന്താണെന്ന് പറയാതെ പറയുകയാണ് എന്നൊരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. അല്ല, കിച്ചു ഇതൊന്നും അറിയാതെ കിച്ചു നാച്ചുറലി സംഭവിച്ചതാണ്, ഋതപ്പനായിട്ട് യൂട്യൂബ് ചാനലിൽ ഇടാനായിട്ടൊരു വ്ളോഗ്, അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്ന 2 വിഭാഗം ആളുകൾ രംഗത്തുണ്ട്. ഇപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പം എല്ലാവരും അത് കണ്ടു കാണുമായിരിക്കും. കിച്ചുവിൻ്റെ ഒരു വ്ളോഗ് എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സുധിച്ചേട്ടൻ്റെ കിട്ടിയ മൊമെൻറ്റോസ്, അതായത് അവാർഡുകളെല്ലാം തന്നെ രേണു ചാക്കിൽ കെട്ടി ഒരു കട്ടിലിൻ്റെ കീഴിലേക്ക് ഇട്ടിരിക്കുകയാണ്. അതുപോലെ ആ ഒരു നമ്മുടെ എപ്പോഴും എൻ്റെ സുധിച്ചേട്ടൻ്റെ മണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം, അതായത് ആ പെർഫ്യൂം എപ്പോഴും ഓരോ ഇൻ്റർവ്യൂസിലും ആ ഒരു ഫോട്ടോയുടെ ഫ്രണ്ടിലാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത് കിച്ചുവിൻ്റെ വ്ളോഗ് വന്നപ്പോഴത്തേനും ആ ഒരു പെർഫ്യൂം അവിടെ കണ്ടില്ല. അതുപോലെ തന്നെ ആ വീടിൻ്റെ ഒരു അവസ്ഥ ഒട്ടും നീറ്റ്നെസ് ഇല്ല. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയ്ക്കകത്ത്. അതായത് ഈ നമ്മുടെ അതുലിനെതിരെ ഒരു കേസ് കൊടുത്ത് അത് പൊളിഞ്ഞു പോയ സാഹചര്യത്തിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ രേണു സുധി ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൽ, സുധി വ്ളോഗ്സിൽ. അതായത് സുധിച്ചേട്ടൻ്റെ ബാഗ്, സുധിച്ചേട്ടൻ്റെ ഷർട്ട്, സുധിച്ചേട്ടൻ്റെ ഷൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട് കാണിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഒട്ടും അടുക്കും ചിട്ടയില്ല. അതൊരു വീഡിയോ എടുക്കുവാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് നീറ്റാക്കി, എല്ലാം ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ നീറ്റാക്കി ചെയ്യണം എന്നൊക്കെ നമ്മൾ വീഡിയോയിലൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഓരോ പ്രേക്ഷകരും പറയുന്നത്. കാര്യം എന്താണ് ആ വീടിൻ്റെ അവസ്ഥ? ഇപ്പോൾ ഒരുപാട് പഴക്കം ചെന്ന വീടൊന്നുമല്ല, പുതിയ വീടാണത്. ആ 2 മക്കൾക്കായിട്ട് കൊടുത്തൊരു വീടാണ്. അതൊന്ന് സൂക്ഷിച്ച് കൊണ്ട് നടക്കാൻ രേണുവിന് സാധിക്കുന്നില്ലേ? അത്രമാത്രം ബിസിയാണോ രേണു എന്നൊക്കെ കമൻസിൽ കാണുന്നുണ്ട്. എന്തായാലും അതിനൊരു എക്സ്പ്ലനേഷനുണ്ട്. അതായത് സുധിച്ചേട്ടൻ്റെ മൊമെൻറ്റോസ് കട്ടിലിൻ്റെ കീഴിൽ എങ്ങനെ വന്നു, എന്താണ് നിങ്ങൾ അവിടെ ഉപേക്ഷിച്ചത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയുമായിട്ട് രേണു വന്നിട്ടുണ്ട്. അപ്പോൾ രേണു ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം. കിച്ചു ഞാനില്ലായിരുന്നു. അപ്പം കിച്ചുവിൻ്റെ വ്ളോഗിൽ വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പം. മഴയൊക്കെ ആണ്ട് പിള്ളേരൊക്കെ ഓടി നടക്കുന്നത്. അപ്പം നമ്മൾ എത്ര അടുക്കി വെച്ചാലും വീട് അലങ്കോലമായിട്ട് നമ്മുടെ പിള്ളേരുള്ളവർക്ക് അറിയാം. ചേച്ചിയുടെ മക്കളും ഇവനും ഋതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ ഓടി. അപ്പം ഋതപ്പനൊരു ആ ഒരു കുഞ്ഞു കളിയുടെ പ്രായം. അവൻ എൻ്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്തുകൊണ്ട് കളയാനൊക്കെ നശിപ്പിക്കും, കുഞ്ഞു വെച്ചാൽ. അതുപോലെ സുധിച്ചേട്ടൻ്റെ കുറേ അവാർഡുകളുണ്ട്. അപ്പം നമ്മൾ പഴയ വീട്ടിലാണെങ്കിൽ വെക്കാനുള്ള ചെറിയ വീടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം അതവിടെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞതെടുത്ത് തല്ലിപ്പൊട്ടിക്കും. ആ പ്രായമാണ്, ഏജാണ്. രേണു സുധിയിൽ പറയുന്നത് കേട്ടല്ലോ, മഴയാണ്, കുഞ്ഞു മക്കളുണ്ട്, ചേച്ചിയുടെ മക്കളുണ്ട്, ഋതപ്പനുണ്ട്, അവർ ഓടിക്കളിക്കുന്നതാണ്. മീൻസ് ആ വീടിന്റെ അവസ്ഥ ആ വ്ളോഗിലൂടെ പുറത്തു വന്നു എന്നുള്ളതാണ്. ഒട്ടും നീറ്റ്നെസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പറയുവാണ് കുഞ്ഞുങ്ങളുള്ള വീടല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ. ഇവിടെ ഇപ്പം എല്ലാ വീട്ടുകളിലും കുഞ്ഞു മക്കളുണ്ട്. അപ്പോൾ കുഞ്ഞുമക്കളായാൽ ഇങ്ങനെയാണ്, ഒന്നും അടുക്കി പെറുക്കി വെക്കാനും സമ്മതിക്കില്ല. അവരെല്ലാം എപ്പോഴും വലിച്ചു വാരിയിടും. പക്ഷേ വലിച്ചു വാരിയിടുമെങ്കിലും നമ്മളെപ്പോഴും, അതായത് ഒരു വീഡിയോ എടുക്കുന്ന നമ്മളിപ്പോൾ എപ്പോഴും ഒന്നുമില്ലെങ്കിൽ എപ്പോഴും യൂട്യൂബിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന രേണു സുധിയുടെ വീട്ടിൽ എപ്പോഴും ഇൻ്റർവ്യൂസ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നീറ്റാക്കി ഇടാം. അതുപോലെ ഒരു വീഡിയോയിൽ പറഞ്ഞ കേട്ടു, നമ്മളൊക്കെ നനഞ്ഞ തുണികളല്ല, നനച്ച തുണികളെന്നായിരിക്കും, നനച്ച് ഉണക്കിയ തുണികൾ കൊണ്ടൊന്നും ബെഡിലിരുത്തില്ലേ എന്ന് പറയാം. അതൊക്കെ ഇടും. പക്ഷെ നമ്മളതെന്ത് ചെയ്യും, അത് സെറ്റ് ചെയ്ത് അടുക്കി പറക്കി നമ്മൾ അലമാരകളിൽ സൂക്ഷിക്കുക. അലമാരകളില്ലാത്തവർ അല്ലാത്ത സ്ഥലങ്ങളിൽ എവിടെയാണോ അത് സൂക്ഷിക്കുന്നത് അവിടെ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. പക്ഷേ ഒട്ടും നമ്മുടെ ഒട്ടും സമയമില്ലായ്മയല്ല. നമ്മൾ ഇപ്പം സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സ്കൂളിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അവർ വീട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പം രാവിലെ എഴുന്നേറ്റ് മക്കളെ സ്കൂളിൽ പറഞ്ഞു വിടണം, ഹസ്ബൻഡിനെ ജോലിക്ക് വിടണം, സ്വന്തം ജോലിക്ക് പോകുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ രാവിലെ അവരുടെ ഡ്യൂട്ടീസൊക്കെ ചെയ്ത് തുണികൾ വരെ വാഷ് ചെയ്തിട്ടാണ് അവർ ഡ്യൂട്ടിക്ക് ജോലിക്ക് പോകുന്നത്. പോയിട്ട് തിരിച്ച്, അതിപ്പോൾ ഏത് ജോലി ആയാലും, ഇൻ കേസ് ഒരു കടയിൽ നിൽക്കുന്ന ജോലി ആയാൽ പോലും തിരിച്ചു വരുന്നവർ വൈകിട്ട് വരുമ്പോൾ തിരിച്ചു വന്ന കുട്ടികളുടെ യൂണിഫോം കഴിയണം, ഹസ്ബൻഡിൻ്റെ തുണി കഴിയണം, ഈ ജോലിക്ക് പോയാൽ അവരുടെ തുണി കഴിയണം, പിന്നെ അവർക്ക് രാത്രിത്തേക്ക് ഡിന്നർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നാളത്തേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് അതിനിടയ്ക്കാണ് അവരവരെ വീടൊക്കെ വൃത്തിയാക്കി വെക്കുന്നത് അല്ലേ. ഇപ്പോൾ രേണു അങ്ങനൊരു ജോലിയല്ല.
ഇപ്പോൾ ഷൂട്ടെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കാണില്ല. ഇപ്പം ആഴ്ചയിൽ ഇപ്പോൾ 3-4 ദിവസം ഉണ്ടെങ്കിൽ ബാക്കി 2 ദിവസം ഉണ്ട്. ആ ദിവസങ്ങളിലൊക്കെ വൃത്തിയാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും നമുക്ക് രേണു സുധി പറയുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളോട് കേട്ടിട്ട് വരാം. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നത്. അതാണ് സംഭവിച്ചത്. അതുപോലെ സുചേന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ഞാൻ വന്നപ്പോഴത്തേന് കുഞ്ഞ് ഋതപ്പൻ പിരികം വരച്ച് കണ്ണെഴുതി പൊട്ടുവിട്ട് വെച്ചേക്കുന്ന സുചേട്ടൻ അച്ഛനെ സുന്ദരനാക്കിയതാണ്. ഞാൻ മോനെ അങ്ങനെ ചെയ്യും. സുധിച്ചേട്ടന്റെ ട്രോഫീസ് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അവാർഡുകൾ സൂക്ഷിച്ചു വെക്കുകയാണ്. അത് പൊട്ടിപ്പോയാൽ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ സൂക്ഷിച്ചു വെക്കുകയാണ്. സൂക്ഷിച്ച് നമ്മളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന കട്ടിലിന്റെ കീഴിൽ ചാക്കിനകത്താക്കിയാണല്ലോ. ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാതെ ഇപ്പം ഇനി ആ ഒരു മനുഷ്യനില്ല. അപ്പൊ ആ മനുഷ്യന്റെ അവാർഡുകൾ ആ മനുഷ്യൻ കാണാനില്ല. അതിപ്പോൾ എവിടെ ആയാലും എന്താ ഇതുപോലൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ എടുത്ത് പ്രദർശിപ്പിച്ചാൽ മതിയല്ലോ. ആ ഒരു ടോണാണ് എന്തായാലും എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് അബദ്ധം പറ്റിയെന്ന് ഉറപ്പായതുകൊണ്ടായിരിക്കണം ആ ഒരു ചാടിക്കടിക്കുന്ന ടോണൊക്കെ മാറ്റി വളരെ ദയനീയമായ രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വോയിസിൽ രേണു ഇതിന് മറുപടി പറയുന്നത്. എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം നമുക്ക്. അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി. അതാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. പിന്നെ പെർഫ്യൂം സുചേന്റെ പെർഫ്യൂം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ മോനതെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിന്റെ കണ്ണിപ്പെടാതെ ഞാൻ എടുത്ത് സുചേന്റെ അവാർഡ് എടുത്ത് ഞാൻ നശിപ്പിച്ചതൊന്നുമല്ല. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ. കാര്യം അറിയാതെ ക്രിട്ടിസൈസ് ചെയ്യാനോ. ഒരു 50ഓളം എനിക്ക് തോന്നുന്ന വ്ളോഗർമാർ ഇറങ്ങി തോന്നി. ഞാനതൊന്നും കണ്ടില്ല. എന്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞാണ് എവിടെ നിന്നാലും സമാധാനമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പം എൻ്റെ ലൈഫ്. നമ്മൾ ചെയ്ത കാര്യവും ചെയ്യാത്ത കാര്യം എല്ലാം മിക്സഡ് ആക്കി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇപ്പം എൻ്റെ മൂത്ത മോൻ്റെ വ്ളോഗായിരുന്നു. അവനും അറിഞ്ഞില്ല. അവൻ വ്ളോഗ് ചെയ്തു. അവനും പറഞ്ഞിട്ടില്ല. ഇളയത് പറഞ്ഞിട്ടില്ല. ഞാനത് സത്യം പറഞ്ഞ തിരക്കാണ്ട് ഞാൻ കണ്ടു നോക്കിയില്ല. കണ്ടവരാണ് പറഞ്ഞത്. അപ്പോൾ അതാണല്ലത്. എൻ്റെ അവാർഡ് എടുത്ത് ഞാൻ മുകളിൽ വെച്ചിട്ട് സുചേട്ടൻ്റെ അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞവളല്ല രേണു സുധി. സുചേട്ടനെ കളഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് സുചേട്ടൻ്റെ അവാർഡ് കളയുന്നത്? ആ അവാർഡ് എൻ്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് ഒട്ടിച്ച് വെച്ച് എന്തെങ്കിലും ചെയ്യാം. താഴെ പോകുന്നൊക്കെ പൊട്ടുന്നത്. പക്ഷെ സുചേട്ടൻ്റെ അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞാനെടുത്തത് സൂക്ഷിച്ചു വെച്ചത്. അത് ഇത്ര വലിയ പ്രശ്നമാകുന്നൊന്നും ഞാൻ കരുതിയില്ല. അവസാനം പറയുന്ന കാര്യമുണ്ട്, കിച്ചു ഇതൊന്നും അറിഞ്ഞില്ല, അവനൊരു ബ്ലോഗ് ചെയ്തു, ഞാനത് കണ്ടതില്ല. പിന്നെ രേണു എല്ലാത്തിനും പറയുന്ന കാര്യമാണ്, ഞാനത് കണ്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കാണാത്ത ആളുകൾ കൃത്യമായിട്ട് അത് പറയുന്ന വേർഡ്സുകൾ പോലെ ഉപയോഗിക്കും കേട്ടോ. അപ്പം ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രേണു എൻ്റെ ഒരു ഇതിൽ പറയുന്നത്, രേണുവിനെ 10 പേർ അറിയുന്നത് സുധി എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ വൈഫ് എന്നുള്ള പേരിലാണ്. അപ്പം അദ്ദേഹം മരണപ്പെട്ടു. ഇനിയിപ്പോൾ അദ്ദേഹം ഇല്ല. ഇനി അദ്ദേഹത്തിന് അവാർഡ് മൊമെന്റ്സും ഒക്കെ ആര് കാണാനാണ് എന്ന അർത്ഥത്തിലാണ് അതിനെ ഉപേക്ഷിച്ചതെങ്കിൽ വളരെ വിഷമകരമാണ്. കാര്യം ഇനി എന്തെങ്കിലും ഒരു മാർക്കറ്റ് ഇടിയുന്ന സാഹചര്യത്തിൽ അതെല്ലാം എടുത്ത് പുറത്തെടുത്ത് തട്ടി തൂത്ത് തുടച്ച് കാണിച്ചിട്ട് പറയും കണ്ടു എൻ്റെ സുധിച്ചേട്ടന് കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. അത്ര മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. അതുപോലെ ആ കുഞ്ഞിന്റെ മനസ്സിലൊന്നുമില്ല. അതുകൊണ്ടാണ് കട്ടിലിന്റെ കീഴിൽ വന്നിട്ട് മുൻ കാണിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ട്രോഫീസ് ഇവിടെയാണ്. അതുപോലെ ഈ വീട് ആരുടെയാണെന്ന് അറിയാമോ ചേട്ടന്? ഇത് ചേട്ടൻ്റെയും എൻ്റെയും വീടാണ്. അത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് ഒരു ഇന്റർവ്യൂസിലൊക്കെ പഠിപ്പിക്കാനായിട്ട് പറയത്തില്ല, അതുപോലെയാണ് പറഞ്ഞത്. അല്ല അമ്മയുടെ ട്രോഫീസ് കാണണോ ദാണ്ടേന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് കാണിക്കുന്നുണ്ട്, നല്ല വൃത്തിയായിട്ട് അടുക്കി ഒതുക്കി വെച്ചു. ഇപ്പൊ രേണു പറയുന്നത് എന്താണ്, ഞാൻ ഓരോ ഓരോ അവാർഡുകൾ കിട്ടിയപ്പോൾ കൊണ്ടുവന്ന് ഞാൻ അങ്ങോട്ട് വെക്കും, മേശപ്പുറത്തോട്ട് വെക്കുകയാണ്. അല്ലാതെ എൻ്റെ ട്രോഫീസ് ഒന്നും ഞാൻ അടുക്കി വെക്കുകയല്ല. ഞങ്ങളുടെ പഴയ വീട്ടിൽ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു, കുഞ്ഞു വീടാണ്, ഒരുപാട് സ്ഥലമാണ്, അവിടെ ട്രോഫീസൊക്കെ വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ അതിനുള്ള സ്ഥലം, അത്രയും നല്ലൊരു വീട്ടിൽ അതിനുള്ള സ്ഥലമില്ലേ? ഒരു ചെറിയൊരു ഇത് എടുത്താൽ പോലും ഒരു ഫാബ്രിക്കേഷൻ, ഒരു ചെറിയൊരു സ്റ്റാൻഡ് തെറ്റിയാൽ പോലും ചെയ്താൽ പോലും അതിൽ ട്രോഫീസ് അടുക്കി വെക്കാമല്ലോ, കുഞ്ഞെടുക്കാത്ത രീതിയിൽ വെക്കാമല്ലോ. വേണമെങ്കിൽ ചക്ക വേലിലും കായ്ക്കും. പക്ഷെ ഇതൊന്നും വേണ്ട, തന്നെ ട്രോഫി വെക്കാൻ സ്ഥലമുണ്ട്, അപ്പോൾ അത് മതി ചേട്ടൻ. ട്രോഫി കണ്ടാൽ ഇനിയിപ്പോൾ സുധിച്ചേട്ടൻ വന്ന് കാണാനൊന്നും ഇല്ലല്ലോ, സുധിച്ചേട്ടൻ ഇല്ലല്ലോ. ആ ഒരു അർത്ഥത്തിലാണ് അതിനെ ഉപേക്ഷിച്ചതെന്നാണ് എൻ്റെയൊക്കെ ഒരു അഭിപ്രായം. എന്തായാലും ഇതിനെ ഇത്ര രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാര്യം എത്ര കഷ്ടപ്പെട്ടാലും ചെയ്ത തെറ്റ് തന്നെയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ അന്നത്തെ ബ്ലഡ് വന്ന ബാഗ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അലമാരയുണ്ട്. പക്ഷേ ട്രോഫീസ് ആ അലമാരയെ സൂക്ഷിക്കാൻ ആ അലമാരയ്ക്കകത്ത് ഒരു സ്ഥലത്തോട്ട് എല്ലാം കൂടെ എടുത്തു വെക്കാൻ, ഇത് കട്ടിലിൻ്റെ കീഴിൽ ഉപേക്ഷിച്ചതായിരിക്കണമല്ലോ. എന്നിട്ട് പറയുന്നത് കിച്ചു അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞത്. കിച്ചു അറിയാതെ പറ്റിപ്പോയ കാര്യമാണെങ്കിൽ കിച്ചു അത് എഡിറ്റ് ചെയ്ത സമയത്ത് ഈ സംഭവം വേണ്ട, കാര്യം ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയുമായിരുന്നല്ലോ. എന്തുകൊണ്ട് കളഞ്ഞില്ല? അപ്പോൾ എൻ്റെ അച്ഛൻ അവിടെയുള്ള വില ഇതാണ്, എൻ്റെ അച്ഛനെ അവരിങ്ങനെയാണ് നോക്കുന്നത്, 4 ആൾ അറിയട്ടെ, ഇതൊക്കെയാണ് ആ വീടിൻ്റെ അവസ്ഥ. ഞാൻ ആ വീട്ടിലൊരു വിരുന്നുകാരനാണ്, എൻ്റെയും കൂടെ പേരിലുള്ള വീടാണെങ്കിൽ എനിക്ക് അവിടെ വലിയ അവകാശമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിരിക്കണം കിച്ചു ഈ ഒരു വ്ലോഗ് ചെയ്തത്. പറഞ്ഞു തന്നില്ല, സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവര് മോനല്ലേ, കൊല്ലം സുധിയുടെ മകനാണ്, അപ്പം മകന് വന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റേ കുഞ്ഞ് പൊടിക്കുഞ്ഞാണ്, അവനെ അതൊന്നും അറിയില്ല. അപ്പം ഈ കിച്ചു ഒരു
എന്താ 10-20 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ അവനത് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവൻ വരുമെന്നറിയുമ്പോൾ അതൊക്കെ അടുക്കി പറക്കി സാധനങ്ങളൊക്കെ കൃത്യസ്ഥലത്ത് വെക്കും. കാര്യം എനിക്ക് അച്ഛൻ ഇത്രയും എന്നോട് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇത്ര സ്നേഹമാണെന്ന് കാണിക്കാനായിട്ട്, ആ കുഞ്ഞിനോട് കാണിക്കാനായിട്ട് അങ്ങനെ ചെയ്യും. പക്ഷെ ഇതിപ്പം സർപ്രൈസ് വിസിറ്റ് ആയതുകൊണ്ട് തന്നെ രേണുവിന് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും രേണു ആക്ടിങ്ങിൽ വളരെ മുൻപന്തിയിൽ തന്നെയാണ്. കാര്യം ആ ഒരു ഇൻ്റർവ്യൂസിൽ അതിന് എക്സ്പ്ലനേഷനുമായിട്ട് വന്നല്ലോ ഇത്ര ധൈര്യപൂർവ്വം. ആ ഒരു എല്ലാവരും ഒരേ അർത്ഥത്തിൽ പറയുന്നുണ്ട് കേട്ടോ, കിച്ചു ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന്. മീൻസ് 2 വിഭാഗം ആളുകൾ, ഞാൻ ആദ്യം പറഞ്ഞ 2 വിഭാഗം ആളുകളുണ്ട്. കിച്ചു ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നും യാദൃച്ഛികമായി പറ്റിപ്പോയാണെന്നും ഇത് ഇങ്ങനെ ഒരു നെഗറ്റീവ് വശം ഉണ്ടാകുമെന്ന് അറിയാതെ ചെയ്തതാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. ആ ഒരു വിഭാഗം നമ്മുടെ രേണു സുധിയെ സ്നേഹിക്കുന്ന ടീംസാണ് പറയുന്നത്, ഇഷ്ടപ്പെടുന്നവരാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ 90% ആളുകളും കിച്ചു ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. കാര്യം വേറൊന്നുമല്ല, ഈ പുറത്ത് വരുന്ന ആളല്ല, ഈ ഇന്റർവ്യൂസിന് മുമ്പിൽ നിൽക്കുന്ന ആളല്ല രേണു സുധി. അവരുടെ ഉള്ളിൽ വേറൊരു സംഭവമാണ് എന്ന് തിരിച്ച് പുറത്ത് ലോകത്തിനോട് അറിയിക്കണമെന്ന് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും പറയുന്നുണ്ട്. എന്തായാലും സുധിച്ചേട്ടനിലൂടെയാണ് രേണുവിനെ 10 പേര് അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പ്രശസ്തി എന്ന് നിലനിർത്തേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ട്രോഫികളൊക്കെയാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടതില്ലേ. അദ്ദേഹം ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞു പോയ മനുഷ്യനാണ്. ഇനി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അതൊക്കെയാണ്. ആ കുഞ്ഞുമക്കൾ കണ്ടു വളരേണ്ടതാണ്. കുഞ്ഞു കാണുന്നു കട്ടിലിൻ്റെ അടിയിലാണ് അച്ഛൻ്റെ സ്ഥാനം, അമ്മയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ മേശപ്പുറത്തിന് മുകളിൽ. അപ്പം ആ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ കുറച്ചുകൂടി വളർന്നു വരുമ്പോൾ ആ ഒരു ചിന്ത വരും, അച്ഛൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചിന്ത വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രേണു അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ഇതൊന്നും അറിയാതെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതൊരു ഒരു ഷെൽഫ് അടിക്കുക. വലിയ പൈസയൊന്നും ആവില്ലല്ലോ. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഒരു മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന കാശൊന്നും അതിന് വേണ്ടല്ലോ, ഒരു ട്രോഫി ഇത് ചെയ്യുന്നതിന് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക. ഒരു അലമാര പോലും ഇല്ല, അതിനുള്ള പേയ്മെൻറ്റ് പോലും ഇല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ അലമാരയ്ക്കൊന്നും വലിയ പേയ്മെൻ്റ് ഒന്നും ഉള്ളതായിട്ട് അറിയില്ല. ഒരു 7000 രൂപയ്ക്കൊക്കെ ആ റേഞ്ച് കിട്ടുമായിരിക്കും. അപ്പോൾ ഒരു ഷൂട്ടിന് കിട്ടുന്ന കാശ് എടുത്ത് അതങ്ങ് വാങ്ങിച്ച് വെക്കുക. അപ്പോൾ എല്ലാം സെറ്റാക്കി വെക്കാമല്ലോ, അടുക്കി പറക്കി വെക്കാമല്ലോ, നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും പുറകെ പുതിയ വീഡിയോസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.